ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ 12 വരി പാതയുള്ളത്. ഫ്ലൈ ഓവർ ഉദ്ഘാടനം ചെയ്തിട്ടും കഴക്കൂട്ടത്തെ ഗതാഗത കുരുക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്കോ ശ്രീചിത്രയിലേക്കോ RCCയിലേക്കോ പോകുന്നവർ ഈ പാലത്തിലേക്ക് കയറേണ്ടതില്ല. നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4 വരി പാതയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കൊല്ലം ഭാഗത്തു നിന്ന് വരുമ്പോൾ നമുക്ക് ഇതുവഴിയാണ് 4 വരി പാതയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതാ നമുക്കിപ്പോൾ കാണാം ഈ പോകുന്ന ട്രിവാൻഡ്രം ബസ്. അതുകൊണ്ടാണ് താഴെ കൂടെ പോകുന്നത്. കാര്യം അത് കഴക്കൂട്ടം ചെന്ന് ഡീവിയേറ്റ് ചെയ്ത് കേശവദാസപുരം വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഡിസംബർ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്ത നാഷണൽ ഹൈവേ 66-ലുള്ള ഫ്ലൈ ഓവറിലാണ്, ആകാശപാതയിലാണ് നിൽക്കുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ 4 വരി ആകാശപാതയാണിത്. അപ്പോൾ അതിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ടെക്നോ പാർക്കാണ് കേട്ടോ. ടെക്നോ പാർക്കിന്റെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, പിന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഇതെല്ലാം ഇവിടെ തന്നെയാണ്. ഈ ക്യാമ്പസുകളാണ് ആ കാണുന്നത്. ഇത് 4 വരി പാതയാണ്. മധ്യത്തൊരു ഡിവൈഡർ ഉണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് 2 ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഏകദേശം 3 കിലോമീറ്ററോളം നീളമുള്ളതാണ്. 2.72 കിലോമീറ്ററുകളാണ് ഇതിൻ്റെ നീളം വരുന്നത്. 61 പില്ലറുകളിലായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് 200 കോടി രൂപയോളം ചിലവാക്കി, കറക്റ്റ് പറയുകയാണെങ്കിൽ 195.5 കോടി രൂപയോളം ചിലവാക്കിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പാലം വന്നതോടുകൂടി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുന്നത്, അതായത് കൊല്ലം ജില്ലയെന്നോ അല്ലെങ്കിൽ NH വഴി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കഴക്കൂട്ടത്ത് നല്ലൊരു ട്രാഫിക് ബ്ലോക്കാണ് നേരിട്ടിരുന്നത്. ഈ കഴക്കൂട്ടം പാസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാവും. കാര്യം ബൈപ്പാസ് പിടിച്ച് ഇപ്പോൾ കന്യാകുമാരി എയർപോർട്ട്, പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റലുകൾ പോകുന്നവർക്ക് ഈ ബൈപ്പാസ് കയറി ഈ ഫ്ലൈ ഓവർ വഴി നേരെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര തുടങ്ങി കേശവദാസപുരം വഴി പോകേണ്ടുന്ന ആൾക്കാർക്ക് പാലത്തിന് താഴെ കൂടെ വന്ന് അതിലെ ബസ് കയറി അല്ലെങ്കിൽ അതിലെ വണ്ടിയിൽ പോയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാവുന്നതാണ്. ശരിക്കും ഈ പാലത്തിന്റെ ഉപയോഗം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശീയപാത കംപ്ലീറ്റ് ആയിട്ട് 4 വരിയിലേക്ക് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാലത്തിൽ കൂടെ ചെന്നിട്ട് കഴക്കൂട്ടത്തേക്ക് ഇറങ്ങിയിട്ട് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോഴും നല്ല രീതിയിലുള്ള ബ്ലോക്കുകൾ കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് വലിയ ബ്ലോക്കില്ല, പക്ഷെ ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് പാലത്തിന് താഴെയാണ്, ചുവട്ടിലാണ്. ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ റോഡിൽ എന്തൊരു തിരക്കായിരുന്നെന്നറിയോ. ഇതിനകത്ത് എപ്പോഴും ട്രാഫിക് ബ്ലോക്കും ഇതുമായിട്ട് നടന്നിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ഫ്രീ ആയിട്ട് വളരെ സമാധാനത്തോടു കൂടി നമുക്കിവിടെ നിൽക്കാൻ പറ്റും. എന്താ അല്ലേ, തിരക്കെല്ലാം മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ 12 വരി പാതയുള്ളത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും 12 വരി പാതയുണ്ടോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നോക്കിക്കോളൂ, ഇവിടെ 2 ലൈൻ, ഇത് 2 ലൈൻ, ഇത് 2 ലൈൻ. അതുപോലെ തന്നെ ആ പില്ലർ കഴിഞ്ഞതിന് ശേഷം അതിനപ്പുറത്തേക്കും 2 ലൈൻ, 2 ലൈൻ. അങ്ങനെ മൊത്തം 8 ലൈനുള്ള 8 വരി പാതയാണ് താഴെ. അതിനോടൊപ്പം മുകളിൽ കാണുന്ന 4 വരി പാതയും. അങ്ങനെ 12 ലൈനുള്ള റോഡാണ് കഴക്കൂട്ടം ടൗണിൽ കൂടെ പോകുന്നത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും നിലവിൽ 12 വരി പാതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കേരളത്തിലെ ആദ്യത്തെ 12 വരി പാതയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു 10-300 മീറ്റർ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ഇതുപോലെ കേരളം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ NH കംപ്ലീറ്റ് 12 വരി പാതയും 8 വരി പാതയും 6 വരി പാതയൊക്കെ ആയി മാറിയിരുന്നെങ്കിൽ അല്ലേ നമുക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാമായിരുന്നു. ഈസി ആയിട്ട് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം എത്താനും എറണാകുളം കാസർഗോഡ് പോകാനും ഒക്കെ വളരെ ഈസി ആയേനെ. ഏറ്റവും നല്ല സഞ്ചാര സൗകര്യം ഉണ്ടാകുക എന്നുള്ളതല്ലേ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വികസനം. നമ്മൾ ആദ്യം പാലത്തിലേക്ക് പ്രവേശിച്ച ഭാഗം തന്നെയാണിത്. ഇതിലെയാണ് നമ്മൾ പ്രവേശിച്ചത്. ഇതിലെ ഇങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന റൂട്ടാണ്. നമുക്കിപ്പോൾ കാണാം, ഇതാണ് സർവീസ് റോഡ് വരുന്നത്.
കേശവദാസപുരം, അതായത് തിരുവനന്തപുരം സിറ്റി കേശവദാസപുരം വഴി വരുന്ന വണ്ടി കഴക്കൂട്ടം വന്ന് ഇതിലെയാണ് ഇറങ്ങി വരേണ്ടത്. അപ്പോൾ ഈ പാലത്തു നിന്നും ഇത് കണക്ക് വണ്ടികൾ വന്നിറങ്ങി ഈ ബൈപ്പാസ് വഴി വരുന്ന വണ്ടി വന്നിറങ്ങി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു നാരോ ലൈനാണ് ഇവിടുത്തെ റോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം പാലം ഉദ്ഘാടനം ചെയ്ത് വൈകുന്നേരത്തേക്ക് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വാർത്തകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്ലൈ ഓവർ ഉദ്ഘാടനം ചെയ്തിട്ടും കഴക്കൂട്ടത്തെ ഗതാഗതക്കുരുക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഫ്ലൈ ഓവർ ഉദ്ഘാടനം ചെയ്തത് കൊണ്ട് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് മാറുകയില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നാഷണൽ ഹൈവേയുടെ പണി തീർന്ന് ഇത് ഫുള്ള് ഈ ഒരു വീതിക്ക് തന്നെ അങ്ങേ അറ്റം വരെ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കുമുള്ള ഗതാഗതക്കുരുക്ക് മാറുകയുള്ളൂ. ഈ ഒരു പാലത്തിൻ്റെ യഥാർത്ഥ യൂസ് വരുന്നതും അപ്പോഴായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കിയേക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതേ കണക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.